ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊന്ന് ഫണ്ടിയൂറ വരെ പോയിട്ട് വന്നാലോ? നമ്മുടെ ലുലു മോളിൽ അവിടെ എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് കേട്ടു. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് വരാം. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ അവൻ പറയുവാണ്, അമ്മായി എന്നെ ഒന്ന് ഫണ്ടിയൂറയിലോ പ്ലേയാസയിലോ കൊണ്ടുപോകാൻ. ഫണ്ടിയൂറയിലാകുമ്പോൾ നമുക്ക് കാർഡുണ്ട്. അപ്പോൾ വിചാരിച്ചു അങ്ങോട്ട് തന്നെ പോകാം, ഓഫറും ഉണ്ടല്ലോ. ഇവിടെയാണെങ്കിലോ നമ്മുടെ വേൾഡ് മാർക്കറ്റിൽ എക്സ്പോ നടക്കുന്ന കാരണം ഭയങ്കര ബ്ലോക്ക്, റോഡ് ഫുൾ ബ്ലോക്ക്, വണ്ടിയൊന്നും അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ലുലു മോളിലെത്തി. ഇവിടെയും നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇവിടെയും ലൈറ്റും ഡെക്കറേഷൻസും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു അകത്ത് കയറി. അവിടെയും ഭയങ്കര തിരക്ക്, ഫുൾ തിരക്ക്. ഹൈപ്പറിലും താഴെയും മുകളിലും ഒക്കെ തിരക്ക്. ഇവിടെയും ഓണം സെയിൽ നടക്കുന്നുണ്ടല്ലോ, ഓഫർ സെയിൽ, ഭയങ്കര തിരക്കായിരുന്നു. ഫൈനലി നടന്ന് നമ്മൾ ഫണ്ടിയൂറിലെത്തി. അവിടെയോ അകത്തും പുറത്തും ഒക്കെ തിരക്ക്. എന്തായാലും ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഓഫേഴ്സിൽ. ഫസ്റ്റ് വണ്ണാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതെന്തിനാ ആൾക്കാർക്ക് എടുക്കാനെന്നും പറഞ്ഞ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ലുലു മോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരൊറ്റ തവണ എങ്ങാണ്ടാണ് എനിക്ക് അവിടെ നിന്ന് ഒരു ആനക്കുട്ടനെ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇന്നത്തെ എനിക്കതിനകത്തൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. എന്തുമാത്രം പൈസ അതിനുവേണ്ടി മാത്രം പോകുന്നു. ഈ അച്ഛനും മോനും കൂടെ എങ്ങോട്ടേക്കോ കയറി പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ ഫോണും കൊണ്ട് പുറകെയും പോകുന്നുണ്ട്. ഈ സാധനം ദൈവമേ, എനിക്ക് കാണുമ്പോൾ തന്നെ തലകറങ്ങും. പിന്നെ ഇവരുടെ അച്ഛനും മോനും കൂടെ എന്തൊക്കെയോ എറിഞ്ഞൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫോണും പിടിച്ച് പാവായിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛനും മോനും കൂടെ എന്തൊക്കെയോ ഗെയിം കളിച്ചു. എനിക്കിതൊന്നൊരു കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ മോനെക്കാട്ടി ഗെയിമിനോട് ഇൻട്രസ്റ്റ് അച്ഛന് തന്നെയാണ്. പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിലെനിക്കൊരു 100 ടിക്കറ്റ് കിട്ടി. എന്തോ ഭാഗ്യം പോലെ. അയ്യോ, ഇതൊക്കെ കാണുമ്പോൾ ദൈവമേ. പിന്നെ കാറ് ബൈക്ക് ഇത് തന്നെയാണ്. എത്ര തവണ കയറിയാലും ഇവനിതൊന്നും മടുക്കൂല. ആൺകുട്ടികളല്ലേ, അതിൻ്റെ ആയിരിക്കും. പക്ഷെ എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ അവ ഹാപ്പി ആയിരിക്കുമല്ലോ. കുറേ ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരണം, വെക്കേഷൻ സമയത്തല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്കൂളിൽ ട്യൂഷന് എല്ലാം കൂടെ ആകുമ്പോൾ അവരും മെൻ്റലി ഓക്കെ ആവണ്ടേ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നത്, ഇതിപ്പോൾ ഓഫർ ആയതുകൊണ്ടാണ് ഇത്രയും ഇതിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. ഇതെനിക്കിഷ്ടപ്പെട്ടേ. ഇതിൽ എനിക്ക് തോന്നുന്നു എനിക്കൊരു 60 ടിക്കറ്റ്സ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആകെ 2 കളിച്ചുള്ളൂ. ഇതും മറ്റേ സ്പിൻ ചെയ്യുന്നത്, വേറൊന്നും ഞാൻ കളിച്ചില്ല. ഇവരിത് എവിടേക്കാണോ കയറി പോകുന്നത്. ഞാൻ എന്തായാലും ഫോണും കൊണ്ട് പിറകെ പോകുന്നുണ്ട്. എനിക്കല്ലാണ്ട് വേറെ വഴിയില്ല. അവിടെയാണെങ്കിൽ ഇരിക്കാനൊട്ട് വേറെ സൗകര്യങ്ങളും ഇല്ല. മീൻസ് എല്ലായിടത്തും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. എല്ലായിടത്തും ഇല്ല, പക്ഷെ നമുക്ക് ഇരിക്കാം. പിന്നെ ഞാൻ ഇതിൽ കയറി. അതെന്നോട് വിഷ്ണുവേട്ടൻ പറഞ്ഞു, നീ കയറിക്കോ, ഞാനുണ്ട് കൂടെ. എനിക്ക് പേടിയായിരുന്നു എൻ്റെ വെയിറ്റ് അതിൽ താങ്ങുമെന്ന്. അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല, 95 kg വരെയൊക്കെ കയറും എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ടാണ് ആ പയ്യൻ എന്നെ വിട്ടത്. അതുകൊണ്ട് ഞാൻ പോയി. ദൈവമേ, ഞാനാണെങ്കിൽ ജീവൻ കൈ പിടിച്ചിട്ടാണ് പോയത്. എനിക്ക് അത്രയ്ക്കും ടെൻഷനായിരുന്നു. ഇതിൻ്റെ പേര് റോൾ ഗ്ലൈഡർ എന്നായിരുന്നേ. പക്ഷേ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 1000 ഫൂട്ട് മുകളിലായിരുന്നു ഈ റോൾ ഗ്ലൈഡർ ഉണ്ടായിരുന്നത്. ആവശ്യം ഇത് സൂപ്പറായിരുന്നു കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ കുറേ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഈ റോൾ ഗ്ലൈഡറിലൊന്ന് കയറണമെന്ന്. അതെന്തായിരുന്നാലും അത് വിഷ്ണുവേട്ടൻ കാരണം സാധിച്ചു. പക്ഷെ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാണ് ഈ കളിക്കാൻ പറ്റുന്നതിൽ, കളിച്ചാൽ എന്തെങ്കിലും ബലം ഉണ്ടെന്നുള്ള സാധനം. ഇതിൽ ഞങ്ങൾക്ക് ഇതിന്നൊരു 6 സ്നിക്കേഴ്സ് കിട്ടിയായിരുന്നേ. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു 2 തവണ കളിച്ചപ്പോൾ തന്നെ നമുക്കൊരു 6 ചോക്ലേറ്റ് കിട്ടിയത്. ഇത് ലുലുവിൽ ഫസ്റ്റ് ടൈം വന്നതാണെന്ന് തോന്നി. ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങാണ് ഗൈസ്. ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പോഴും നല്ല തിരക്ക് തന്നെയായിരുന്നു, അകത്തും പുറത്തും. ഒന്ന് കണ്ടില്ലേ ബ്ലോക്ക്. തിരിച്ചിറങ്ങുമ്പോഴും നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ റോഡിൽ പക്ഷെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഒരു ചെറിയ തട്ടുകടയിൽ കയറി ഇച്ചിരി ബറോട്ടയും ഇച്ചിരി ചിക്കൻ പരട്ടൊക്കെ കഴിച്ച് ഒരു ഓംലെറ്റ് ഒക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി വീടെത്തി ഗൈസ്. അപ്പോൾ ഗുഡ് നൈറ്റ്.